16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. മൂന്നാം ഊഴം തേടി LDFും ഭരണം തിരിച്ചുപിടിക്കാൻ UDFും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനാകും നാളെ കേരളം സാക്ഷ്യം വഹിക്കുക. ഇത്തവണത്തെ ആവേശകരമായ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ. KPCC പ്രസിഡന്റും 15 വർഷക്കാലമായി പേരാവൂരിന്റെ MLAയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും മുൻ ആരോഗ്യമന്ത്രിയും CPI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ ടീച്ചറുമാണ് പ്രധാനമായും മത്സര രംഗത്ത്. പുതിയ മാറ്റത്തിനായി NDA സ്ഥാനാർത്ഥി പൈലി വാത്തിയാട്ടും ജനവിധി തേടുന്നുണ്ട്. മണ്ഡലത്തിൽ തുടരാൻ UDFും മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും തമ്മിലുള്ള കനത്ത പോരാട്ടത്തിനായിരിക്കും പേരാവൂർ വേദിയാവുക. 2006 തിരഞ്ഞെടുപ്പിൽ 72,065 വോട്ടുകൾ നേടിയായിരുന്നു KK ശൈലജ UDF സ്ഥാനാർത്ഥിയായിരുന്ന AD മുസ്തഫയെ പരാജയപ്പെടുത്തി പേരാവൂർ മണ്ഡലം പിടിച്ചെടുത്തത്. എന്നാൽ 2011 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നത് സണ്ണി ജോസഫ് ആയിരുന്നു. അന്ന് 52,711 വോട്ടുകൾ KK ശൈലജ ടീച്ചർ നേടിയപ്പോൾ 56,151 വോട്ടുകൾ നേടി സണ്ണി ജോസഫ് മണ്ഡലം തിരികെ പിടിച്ചു. 3,440 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. പിന്നീടിങ്ങോട്ട് നീണ്ട 15 വർഷങ്ങൾ പേരാവൂരിന്റെ സ്വന്തം MLA ആയി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മാറി. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഒരിക്കൽ നഷ്ടമായ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ഇത്തവണ ടീച്ചർ പേരാവൂരിൽ എത്തുന്നത്. ഇരിട്ടി പേരാവൂർ താലൂക്ക് ആശുപത്രികളുടെ നിർമ്മാണം, ഇരിട്ടിയിൽ KSRTC ഡിപ്പോ സൗകര്യം, ആറളം ഫാമിനെ അന്താരാഷ്ട്ര കാർഷിക ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുന്നത്, ജിമ്മി ജോർജിന്റെ പേരിൽ ആധുനിക സ്റ്റേഡിയവും സ്പോർട്സ് അക്കാദമിയും, ആറളം ഫാമിലെ എല്ലാ കുടുംബങ്ങളിലും ജോലിയും സ്ഥിര വരുമാനവും, മിനി IT പാർക്ക്, മത്സര പരീക്ഷാ പരിശീലനത്തിനും തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനും ആവശ്യമായ കേന്ദ്രങ്ങൾ എന്നിവയാണ് പേരാവൂരിലെ LDFിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, വിശപ്പ് രഹിത കേരളം ഉറപ്പാക്കാൻ ഇന്ദിരാ ക്യാൻറ്റീൻ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസ ധനസഹായമായി 1000 രൂപ എന്നിവയാണ് അടുത്ത 5 വർഷത്തേക്കായി UDF മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാന വാഗ്ദാനങ്ങൾ. 140 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 800-ലധികം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സംസ്ഥാനത്തെ 2.71 കോടി വോട്ടർമാർ നാളെ ബൂത്തിലെത്തും. ഇതിൽ 1.32 കോടി പുരുഷന്മാരും 1.39 കോടി സ്ത്രീകളും 273 പേർ തേർഡ് ജെൻഡറുമാണ്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജനമനസ്സ് ആർക്കൊപ്പമാണ് എന്നാണ് ഇനി അറിയേണ്ടത്.